ഇന്ന് നമുക്ക് ദീർഘനാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെയർ മാസ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചുറ്റിലുള്ള നമ്മൾ പൊതുവേ മുടിയുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് മുടിയുടെ ഗ്രോത്തിന് വേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് ഓയിലുകളായാലും പൗഡറുകളായാലും ഒക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിലെന്തൊക്കെയാണോ ഉള്ളതെന്ന് ആദ്യം നോക്കാം. മിക്സിങ് വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇതിൽ ഡ്രൈഡ് ബനാന എന്ന് കാണും. ഇതെന്ന് പറഞ്ഞാൽ പഴുത്ത പഴം ഉണക്കിയെടുത്തതാണ്. അത് ഫ്രഷ് ആയിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ മറ്റേ ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുവൊക്കെ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആവണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്രിസിനെസ് കുറയ്ക്കാനായിട്ടാണ്. അതായത് നമ്മുടെ മുടി ഇങ്ങനെ ഭയങ്കര റഫായിട്ടൊക്കെ ഇരിക്കില്ലേ, അപ്പോൾ അതിൽ സിൽക്ക എന്ന് പറയുന്നൊരു കാര്യം ഈ സാധനം ബനാനയിലുണ്ട്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ നമ്മുടെ മുടിക്ക് വോളിയം കൂട്ടാനും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നറീഷ് ചെയ്ത് നിർത്താനുമായിട്ടാണ് ഇതിൽ മെയിനായിട്ട് ഇത് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉലുവയാണ്. ഉലുവ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അതിൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്ത് നിർത്തും. ഡാൻഡ്രഫിനാണ് ഇത് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ബ്ലാക്ക് ക്യുമിൻ സീഡ്, അതായത് നമ്മുടെ കറുത്ത ജീരകം, ഇതിൻ്റെ എണ്ണ ഭയങ്കര ഫേമസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ പല ടൈപ്പ് ആസിഡ്സ് ഉണ്ട്. അത് ഹെയറിന് ഒത്തിരി നല്ലതാണ്, ഹെയർ ഗ്രോത്തിന്. അതുപോലെ വൈറ്റമിൻ ഇ ഉണ്ട്. അതുപോലെ തന്നെ SPF2, അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സ് 2 വരെ ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത് നാച്ചുറലായിട്ട്. അപ്പോൾ നമ്മുടെ മുടീനെ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. 2013 ഇതുപോലെ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 3 മാസം പല ടൈപ്പ് ഓയിലുകൾ അപ്ലൈ ചെയ്തിട്ട് അതിൽ 3 മാസം കണ്ടിന്യൂസ് ഈ ഓയിൽ, കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെയധികം മുടിയുടെ കൊഴിച്ചിലുണ്ടല്ലോ അത് കുറയുന്നത് കാണാനായിട്ട് ഇടയുണ്ടായി. ഇതിലിനി അലോവേര സ്ലറി നിങ്ങൾ കാണും. അതെന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് അലോവേര എങ്ങനെ ജ്യൂസ് ഫിൽറ്റർ ചെയ്തെടുക്കണമെന്ന് കാണിച്ചാൽ നല്ല ക്ലിയർ ജെല്ല് കിട്ടാനായിട്ട്. അപ്പോൾ അതിൽ ബാക്കി വന്നതാണ് ഈ അലോവേര സ്ലറി എന്ന് പറയുന്നത്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് അലോവേര ജ്യൂസ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡീമിനറലൈസ്ഡ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ഇത് സോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓവർനൈറ്റ്, തലേ ദിവസം രാത്രി ഇത്രയും കാര്യങ്ങൾ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിതിൽ ഡ്രൈഡ് ബനാന അതായത് പഴുത്ത പഴം ഉണക്കിയത് ഞാൻ സ്കിന്നോട് കൂടി തന്നെയാണ് ഉണക്കിയത്. അതും നല്ലതാണ്. ഇനിയിപ്പോൾ അത് വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിന്നില്ലാതെയും റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇത് ഞാനിതുപോലെ ഓവർനൈറ്റ് കുതിരാൻ വെച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഹെർബ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത്രയും കാര്യങ്ങൾ: ഷിഗാക്കായ് പൗഡർ, ഉള്ളിയുടെ പൗഡർ, അതുപോലെ മുരിങ്ങയുടെ പൗഡർ, നീം, ആര്യവേപ്പിൻ്റെ പൗഡർ, അതുപോലെ നമ്മുടെ വേപ്പില, സാധാരണ കറിയിൽ ഉപയോഗിക്കുന്ന വേപ്പില, ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നത്. ഷിഗക്കായ് പൗഡർ മേടിക്കേണ്ടതായിട്ട് വരും. ഈവൻ അനിയനായാൽ പോലും നമുക്ക് ഉള്ളി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ പക്ഷേ കടയിൽ നിന്ന് മേടിച്ചാണ് ഉപയോഗിച്ചത്. ഷിഗാക്കായ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡാൻഡ്രഫിനും ഇത് ഒത്തിരി നല്ലതാണ്. ഇനി ഉള്ളിയുടെ പൗഡർ, അതിൽ സൾഫറാണ്, ഇതിൽ സൾഫർ റിച്ച് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ ഡാൻഡ്രഫ് ഇത് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ളി പൗഡർ യൂസ് ചെയ്തില്ലെങ്കിൽ ചിലർ ഉള്ളിയുടെ ഓയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മുരിങ്ങ പൗഡർ, അത് വൈറ്റമിൻ A, B, C, E, അയേൺ, സിങ്ക് ഇതൊക്കെ റിച്ചാണ്. ഇതൊക്കെ ടോട്ടലി നമ്മുടെ ഹെയറിന് ബെനിഫിഷ്യലാണ്. ആര്യവേപ്പില പിന്നെ പറയണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ആൻറ്റി ബാക്ടീരിയലും അങ്ങനെയുള്ള എല്ലാ പ്രോപ്പർട്ടീസ് ഉള്ളൊരു സാധനമാണ് ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ പൗഡറുകളും ഇതിലേക്ക് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് 3rd സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനിയും അലോവേര ജ്യൂസ് അല്ലെങ്കിൽ അലോവേര സ്ലറി, അതുപോലെ ആവശ്യത്തിന് വാട്ടർ, കാരണം ഇതൊന്നും കൂടി ഈ ആഡ് ചെയ്ത് കൊടുത്ത ഹെർബ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും കൂടി സോക്ക് ചെയ്ത് വരണം. അപ്പോൾ 1 മണിക്കൂർ നമ്മളത് പിന്നെയും മാറ്റി വയ്ക്കുക. അത് ആഡ് ചെയ്ത് ഇളക്കി കഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുക്കാവുന്നു. ഞാൻ സോക്ക് ചെയ്യാൻ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് വാട്ടർ അതിൽ ആഡ് ചെയ്തില്ല. സോക്ക് ചെയ്യാൻ ആവശ്യമുള്ള അത്രയും അളന്നെടുക്കുക. എന്നിട്ട് സോക്ക് ചെയ്യാൻ ആവശ്യമുള്ള അത്രയും അലോവേര സ്ലറിയോ അല്ലെങ്കിൽ വാട്ടറോ അലോവേര സ്ലറി അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചാൽ മതി.
ഇനി അരച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് 2 എണ്ണം അലോവേരയും വാട്ടറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ടീ ട്രീ ഓയിൽ, അർഗൻ ഓയിൽ, ഹബോബ ഓയിൽ, ഇത് 3ഉം നമുക്ക് ആവശ്യം. ഇതിൽ ഒരു വിധത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത 2 കാര്യങ്ങൾ ടീ ട്രീ ആൻഡ് അർഗനാണ്. ടീ ട്രീ ഓയിൽ ശരിക്കും നമുക്ക് ഡാൻഡ്രഫ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഭയങ്കര ഒരു പഞ്ചൻറ്റ് സ്മെല്ലാണ്. എങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ, ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട്, ഫോളിക്കിൾ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യരുത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഓയിലുകൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ജീരക ഓയിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി കാച്ചിയ എണ്ണ, അങ്ങനെയുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പ്രിസർവേറ്റീവ് എക്കോ സർട്ടിഫൈഡ് ജിയോഗ DCT തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നീരോളി എസെൻഷ്യൽ ഓയിൽ, അത് ഓറഞ്ചിൻ്റെ ഫ്ലവറില്ലേ അതിൻ്റെ പൂവിൽ നിന്ന് എടുത്തതാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒത്തിരി സ്കെയറിനായാലും സ്കിന്നിനായാലും ഒത്തിരി നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലിൻ്റെ കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് പിയോണി ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ഈ 3ൻ്റെയും കൂടിയുള്ള കോമ്പിനേഷൻ ഭയങ്കര നല്ല മണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഫ്രാഗ്രൻസ് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് മണത്തിന് വേണ്ടിയാണ്. പിന്നെ ഓൾറെഡി ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിലും നീരോളിക്കും ഒരു ചെറിയ മണമുണ്ട് താനും. ഇനി ഇത് അരച്ച് വെച്ചതിലേക്ക് ഇപ്പോൾ ഇത്തിരി തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ പിന്നീടാണ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയെല്ലാം മെഷർ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. pH ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. pH എപ്പോഴും നിലനിർത്തുന്നത് സ്കിന്നിനായാലും ഹെയറിനായാലും നല്ലതാണ്. നമ്മൾ pH പെട്ടെന്ന് നമുക്ക് അങ്ങനെ pH ഒന്നും നോക്കിയില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുവാണെങ്കിലും റോങ് റണ്ണിൽ നമ്മളിതിങ്ങനെ pH പ്രോപ്പർ അല്ലാത്ത കാര്യങ്ങൾ സ്കിന്നിലും ഹെയറിലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഈ ഫോമുലയിൽ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം. എപ്പോഴും ഫോമുല 100ൽ നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മൾ ഈ ഫോമുല അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണമെന്ന് ഞാനൊരു വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്രയും ഓയിൽ പെർസെൻറ്റേജ് ഇപ്പോൾ ചേർത്താൽ മതി. അപ്പോൾ പിന്നെ എല്ലാ തരക്കാർക്കും അത് എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഷാമ്പു ഇടേണ്ടവർക്ക് ഷാമ്പു ഇടാം, ഷാമ്പു ഇടാതെയും നമുക്കിത് യൂസ് ചെയ്യാം. കാരണം ഇതിൽ ഉലുവ അല്ലെങ്കിൽ ശികാക്കായ് ഇങ്ങനത്തെ കാര്യങ്ങളുള്ളതുകൊണ്ട് സ്കാൽപ്പ് ക്ലീനാക്കി നിർത്തും. ഇനി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ, പല ടൈപ്പ് ഓയിലുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചുറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ. ഇനിയിപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി കുറച്ച് നാൾ ഫ്രിഡ്ജിലോ 1-2 ആഴ്ചയൊക്കെ അതിലെ മറ്റേ പ്രിസർവേറ്റീവ് മാത്രം മാറ്റിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് കുറച്ച് നാൾ, ഒരു 3 മാസമെങ്കിലും മിനിമം യൂസ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഡാൻഡ്രഫുള്ള ആൾക്കാർ, പല മുടി കൊഴിച്ചിലുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ഇട്ടാൽ നന്നായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇതിലധികം ഓയിലില്ല. ഹെയർ നല്ല ഡ്രൈ ആയിട്ടുള്ളവർ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഷാമ്പു ഇടുക. ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും അലോവേരയുടെ ജെല്ലാണ് ബെസ്റ്റ്, അത് അപ്ലൈ ചെയ്യുക. അതൊരു പ്രൊട്ടക്ഷനാണ് ഹെയറിന്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.